ഹലോ, മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്നറിയോ, ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ്. വീക്കെൻഡിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വീക്കെൻഡ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് കണ്ണൻ നാളെ തൊട്ട് അവന് ഓറിയൻറ്റേഷൻ തുടങ്ങും. അപ്പം അവന് ഇന്ന് വൈകുന്നേരം നമ്മൾ കൊണ്ടാക്കുക അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. ഷെയറിങ് അപ്പാർട്ട്മെൻറ്റിലാണ് അവൻ താമസിക്കുന്നത്. അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. കാരണം അവന് കുറേ സാധനങ്ങൾ പെട്ടിയും പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി അവന് അത്യാവശ്യം തൽക്കാലം കുറച്ച് നാളത്തേക്കൊന്ന് സർവൈവ് ചെയ്യാനുള്ള കുറച്ച് ഫുഡും പിന്നെ എന്താ ഞാൻ കുറച്ച് പിക്കിളും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട്. വിശക്കുമ്പോൾ തനിയെ തിരിച്ചു വന്നോളൂ. ഇനിയിപ്പോൾ അവധി എപ്പോഴെങ്കിലും കിട്ടുമ്പോഴായിരിക്കും അവൻ ഇനിയിപ്പോൾ വരാൻ പോണേ. എന്തായാലും അവനിവിടെ കുറേ നാൾ ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് വീക്കെൻഡിലൊക്കെ വിശക്കുമ്പോൾ വരും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ വരും. വീക്കെൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാം ലോഡ് ചെയ്താ ഇത് ഒരു വണ്ടിയിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി മറ്റേ വണ്ടിയിലും കൂടെ നമ്മൾ കുറേ സാധനങ്ങൾ ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. അതെ, ഇതാ ഇവിടെ അവൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് 2 സൂട്ട് കേസും പിന്നെ ഒരു ബൈക്ക്. ഇവിടെ സൈക്കിളിന് ബൈക്ക് എന്നാ പറയാ കേട്ടോ. ബൈക്ക് രഞ്ജിത്തേട്ടൻ കൊടുത്തതാണ്. കണ്ണന് ഗിയറൊക്കെ ഉള്ള നല്ല സൈക്കിളാണ്. അപ്പം രഞ്ജിത്തേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും കണ്ണമാമനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാൻ നിൽക്കുക. കണ്ണമാവനെ ഇനി എല്ലാരും വ്ലോഗിൽ മിസ് ചെയ്യുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് വരാൻ ഭക്ഷണം കഴിക്കാൻ. എന്താ ലെറ്റ്സ് ഗോ. ഞങ്ങള് കണ്ണന്റെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. ഞാനും സാക്ഷിയും വൈകിയും കൂടെ ഇവിടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. കണ്ണനും ഏട്ടനും പുറകെ വരുന്നതേ ഉള്ളൂ. അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം അവർ വന്നു കഴിഞ്ഞിട്ടേ ഞങ്ങൾ അകത്തേക്ക് കയറുന്നുള്ളൂ. പാർക്കിംഗ് ഒക്കെ ഇച്ചിരി കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇതിനുള്ളിൽ. ഇതാ അച്ഛൻ ഏട്ടനും കണ്ണനും എത്തി. ഇതിലെ ഇട കയറണേ ലിഫ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. വൈകിയും കണ്ണമാമന്റെ ലഗേജ് ഒക്കെ എടുത്ത് പോവാ. എടാ നാണ്ടാ ബൈക്കൊക്കെ തൂക്കിയിട്ടേക്കുന്ന ആൾക്കാര് നീ ഇങ്ങനെയൊക്കെ തൂക്കിയിടേണ്ടി വരും. എടാ നിന്റെ ബെഡ് വന്നിരിക്കുന്നു. താക്കോലുണ്ടോ നിന്റെ? ഓ, എന്നിട്ടാണ് ഇവിടെ നിന്ന് ബെല്ലടിച്ചോണ്ടിരിക്കണേ. ഇതാ കണ്ണന് നമ്മള് ബെഡ് ആമസോണിൽ ഓർഡർ ചെയ്തായിരുന്നു. ബെഡല്ല, മെത്ത. ബാൽക്കണി. നമ്മളിറങ്ങാം. ഇവനായി ഇവന്റെ പാടായി. സാക്ഷി മാമിന് ഒരു ഉമ്മ കൊടുക്കും. ഉമ്മ സാക്ഷി മിസ് ചെയ്യടാ നിന്നെ. എപ്പോഴും ആ കൗച്ചിലിരിക്കുന്നതല്ലേ കുത്തിപ്പിടിച്ച്.
Bye-bye. He's coming to say bye to us. എടാ ഞാൻ എപ്പോഴെങ്കിലും ഇത് വരുമ്പോൾ ഫുഡ് പറയും. ആ തന്നെ വന്നോളൂ അല്ലെങ്കിൽ വിശക്കും. സാക്ഷിക്ക് വീട് വരെ എത്താനുള്ള ഫ്യൂവല് എത്തിയിട്ടില്ല. അപ്പം ഫ്യൂവൽ അടിച്ചോണ്ടിരിക്കുന്നു. വൈകത സുഡോക്കു കളിക്കുന്നു. കണ്ണനും ഏട്ടനും പുറത്ത് നിൽക്കുക. എന്താ ഓക്കെ, അപ്പൊ ശരി എന്നാ ബൈ. കണ്ണമ്മൻ ഫാൻസ് തൽക്കാലം ഒരു ബ്രേക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുവാണേ. അതുകൊണ്ട് കുറച്ച് വീഡിയോ മൂവ് ചെയ്യുന്നുണ്ടാവും, സോറി. അപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നീതും രോഹിണിയും സാധാരണ ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. എന്തും ആയിക്കോട്ടെ. എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നിച്ചു കൂടാൻ പറ്റില്ല. ചില സമയത്ത് എനിക്ക് പറ്റില്ലായിരിക്കും, ചില സമയത്ത് രോഹിണിക്ക് പറ്റില്ലായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു സമയം കിട്ടാൻ വൈകിപ്പോയത് കൊണ്ടാണ് എൻ്റെ ബർത്ത്ഡേ പരിപാടി ഡിലേ ആയിപ്പോയത്. അപ്പൊ ആക്ച്വലി ഇന്ന് അതാണ് ചെയ്യാൻ പോണത്. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ എന്തോ പരിപാടിയാണ്. ആക്ച്വലി എനിക്കറിയില്ല എന്താ ചെയ്യാൻ പോണേന്ന്. ഇവര് എന്തോ പ്ലാൻ ഉണ്ട്, ഞാൻ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്തായാലും ഓഫ് കോഴ്സ് ഒരു ഡിന്നർ ഉണ്ടാവും, പിന്നെ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് രോഹിണിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നീതും ഡ്രൈവ് ചെയ്ത് രോഹിണിയുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഒന്നിച്ച് എങ്ങോട്ട് പോവാണ്. അപ്പോ അതാണ് ചെയ്യാൻ പോകുന്നത്. കയ്യിലല്ല, അതെ. All right, ladies, if you guys can take off the lip. Oh, you can take the apple. You can also use your finger too if you're comfortable. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എന്നെ ലിപ്സ്റ്റിക് ഇല്ലാതെ കണ്ടിട്ടില്ല. അതെ, എപ്പോഴും ഉണ്ടാവും അടിച്ച് പിടിച്ച് ലിപ്സ്റ്റിക്. ശരിയായിപ്പോയി. അത് ശരിയായിട്ടുള്ളേ. Any comes out with not bad, പക്ഷെ കുറച്ചും കൂടെ ലൈറ്റർ ലൈറ്റർ അല്ലേ? Actually, ഇതിന് ഡാർക്ക് ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇത് പറ, എന്നെ കണ്ടിട്ട് വേറെ ആരെയോ പോലെ ഇല്ലേ? ഇത് പറ. ജംപ് സൂട്ടിനൊപ്പം ഇത് കൊള്ളാലോ. ജംപ് സൂട്ട് നോക്കട്ടെ. ഇത് മാച്ചിങ് അല്ല, കളറേ അല്ല ആക്ച്വലി. ഇത്രയും കൂടി ബ്രൈറ്റ് ആവണത്. ഏതാ ഈ ഷെയ്ഡ്? ഐ തിങ്ക് ദിസ്. അവിടെ ഒരാള് പരീക്ഷ എഴുതണോ തോന്നണം. ഇതിന്റെ കഞ്ചിരി ഇതാണ് എന്റെ കളറ്. ഇത് നല്ലതാണോ എന്ന് എന്നോട് ചോദിക്കാൻ പാടില്ല, ബിക്കോസ് ഐ ഡോണ്ട് നോ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതിൽ കൊള്ളാം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇത് മാറ്റി നോക്കട്ടെ. കൊള്ളാല്ലേ കളറ്?
ഒരു ഡിഫറെൻറ്റ്, ഞാൻ സാധാരണ ഇടുന്നതിൽ നിന്ന് കുറച്ച് വെച്ച്. ഇതിന് സെയിം ആയി ഉടുപ്പിന് ഉടുപ്പിന് സെയിം ആണ് അതായിരിക്കും. ലിപ്സ്റ്റിക്കിൻ്റെ സെൻറ്റാണിത്. നമുക്കിതിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് ഷുഗർ കുക്കി. നമ്മുടെ 3 പേരുടെ ലിപ്സ്റ്റിക്ക് അച്ചിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരേപോലെ ഉണ്ടല്ലേടാ? അല്ലേ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഉണ്ടോ? ശരിയാണ്. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ ആക്ച്വലി അതിനകത്ത് ഇട്ടപ്പോഴും എനിക്ക് നല്ല വ്യത്യാസം തോന്നിയില്ലേ? ഫസ്റ്റ് ഒഴിച്ചപ്പം എന്റെ കുറച്ചുകൂടെ പീച്ചി ആയിരുന്നു. അതെ, അത് കുറച്ചുകൂടെ പീച്ച് പോലെ തോന്നി. നിങ്ങളുടെ ആക്ച്വലി നല്ല സാധനം എനിക്ക് തൊടാൻ തോന്നുന്നു. ആയല്ലേ? അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ റോ നിൽക്കും. അതല്ലേ, അത് ഞാൻ ഇവക്കെതിരെ കൊടുക്കുന്നത്. അതാണ് എനിക്ക് വേണ്ടത്. ഇമോഷണൽ ബാലൻസ് വേണം. ഇതിട്ട് അതൊക്കെ വരുമെന്ന് പറയുന്നു. ഇപ്പൊ തന്നെ ഇടാം. ഇപ്പൊ തന്നെ ഞാൻ കാമാവുന്നത്. താങ്ക്യൂടാ. ഓണത്തിന്റെ പൂക്കളാണോ എന്ന്. ഗുഡ്. Wait to cross out. ഹലോ, ഞങ്ങളുടെ ആരുടെ ബർത്ത്ഡേ വന്നാലും ഞങ്ങൾ 3 പേരും കൂടെ എന്തെങ്കിലുമൊക്കെ സാധാരണ ഒരു ഡിന്നർ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ലാസ്റ്റ് നമുക്കൊരു സമയം കിട്ടിയത് ഇന്നലെയായിരുന്നു. അപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞേടാ നെക്സ്റ്റ് ഇയർ ചെയ്യാം, എന്തിനാ ഇനിയിപ്പം, സാരമില്ല, നെക്സ്റ്റ് ഇയർ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവളുമാർ 2 പേരും സമ്മതിക്കില്ല. ഇല്ലില്ല, നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ പോയേക്കുമായിരുന്നു. ഇന്നലെ തിരക്കിട്ട് ഓടിപ്പോയത് കൊണ്ട് എനിക്ക് ഇതൊന്നും പറയാനുള്ള സമയം കിട്ടിയില്ല. അതാണ് ഇന്ന് സാറ്റർഡേ വന്നിട്ട് ഇതൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ നമ്മൾ ആദ്യം, എനിക്കപ്പം സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത് എന്നുള്ള ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് രോഹിണിയുടെ വീട്ടിലെത്തി, നീതും രോഹിണിയുടെ വീട്ടിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ച് പോവായിരുന്നു. ഇന്നലെ അപ്പം ലിപ് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ലിപ് ലാബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് കസ്റ്റമൈസ് ചെയ്യാണ്, കസ്റ്റം ചെയ്തെടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ, ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, ലിപ് ബാം, ചീക്ക് സ്റ്റിക്ക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ഷെയ്ഡിന്റെ, എത്ര ബ്രൈറ്റ്, എത്ര ഡാർക്ക്, അങ്ങനെ നമുക്ക് തന്നെ കസ്റ്റം ചെയ്ത് അവർ ചെയ്ത് തരും. അപ്പോൾ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇഷ്ടമാകുന്നത് നമുക്ക് ഉണ്ടാക്കി അവർ തരും. അതായിരുന്നു ചെയ്തത്. അതിൽ ഇതാ ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക് ഇതാണ്. കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇഷ്ടമുള്ള നമ്പർ ഇതിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കസ്റ്റം ചെയ്ത് നമുക്കിതിൽ എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ എഴുതിയേക്കുന്നത് V35 എന്നാണ് എഴുതിയേക്കുന്നത്. V35, അതായത് എൻ്റെ 35th ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് V35 എന്നാണ് ഞങ്ങൾ എല്ലാവരും എഴുതിയേക്കുന്നത്. ഞാനും രോഹിണി, നീതും അതിൽ V35 എന്ന് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു മാസ്ക് വാങ്ങിയായിരുന്നു. അപ്പം ഇത് 2 വാങ്ങിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡിന്നറിന് പോയി. അത് കഴിഞ്ഞിട്ട് അവർ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഗൊർജാനയുടെ ഒരു ഏട്ടൻ കണ്ടിരുന്നത്, ഗൊർജാനയുടെ ഒരു ഫൈൻ ജുവലറി സെക്ഷനിൽ നിന്ന് ഒരു പിക്ക് ചെയ്തൊരു സാധനമാണ് ഇത്. നോസ്പിൻ ആയിട്ടോ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ജ്വല്ലറിയാണ് എനിക്ക് അവർ ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പോൾ താങ്ക് യു രോഹിണി ആൻഡ് നീതു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ടിപ്പിക്കൽ സാറ്റർഡേ. പ്രത്യേകിച്ച് ഇപ്പം പരിപാടിയൊന്നുമില്ല. നമുക്ക് വൈകുന്നേരം ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അതിന് മുമ്പ് ഞാൻ ചെറുതായിട്ടൊരു ലഞ്ച് പരിപാടി. പിന്നെ കുറേ ദിവസമായിട്ട് ഏത്തപ്പഴം വാങ്ങി വെച്ചിരിക്കുക. അപ്പോൾ അത് മോഹൻലാലിൻ്റെ നമ്മുടെ ഡിസേർട്ട്
ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ യൂട്യൂബിലും എല്ലായിടത്തും ഇപ്പം അത് തന്നെയാണ് ഫുള്ള് വൈറലായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഒന്നും ഞാനതിൽ കാണിക്കുന്നില്ല. അതുണ്ടാക്കണം, അതുണ്ടാക്കി കഴിക്കണം, ലഞ്ച് കഴിക്കണം, അതൊക്കെ തന്നെ. പിന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം. അതാണ് ഇന്നത്തെ പരിപാടികൾ. മഹേശ്വരനെ വിളിക്കാം. റെസിപ്പിയിൽ റമ്മിൻ്റെ കുറവ് വേണ്ട, അപ്പം ഞാൻ കുറച്ച് ഓൾഡ് മോങ് കൂടെ ഒഴിച്ചിട്ടുണ്ടാക്കാം. കുറച്ച് ഒരു ട്രിപ്പ് ഞാൻ റം ഒഴിക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു ട്രിപ്പ് ഞാൻ റം ഒഴിച്ചും കൂടെ ഉണ്ടാക്കി. അപ്പം ഒരെണ്ണം ഫ്ലോപ്പ് ആയാൽ മറ്റേത് കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ ഫ്ലോപ്പ് എന്നല്ല, ചിലപ്പം നമുക്കിത് റം ഒഴിച്ചത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം റം ഒഴിക്കാത്തത് അങ്ങനെയാണെങ്കിൽ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ റം ഒഴിച്ച പഴംപൊരിയിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് വാനില ഐസ്ക്രീം. ഞാൻ ഐസ്ക്രീമിൻ്റെ ഒരു ബിഗ് ഫാൻ അല്ലാത്തത് കൊണ്ട് കുറച്ച് ഐസ്ക്രീമേ എടുക്കുന്നുള്ളൂ. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. റം ഒഴിച്ചതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ ഏട്ടനൊന്നും വെള്ളയാണ്, ഇന്ന് എല്ലാവരും വൈറ്റിലാണ്. എല്ലാവരും ഇന്ന് വൈറ്റ് ഡ്രസ് ഇട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ആക്ച്വലി എനിക്കൊന്നും പാകമല്ല, അതുകൊണ്ട് എനിക്ക് പാകമെന്ന് പറഞ്ഞ എടുത്തിടുന്ന കേട്ടോ. സാക്ഷിക്കും വൈകയ്ക്കും ഒരേപോലെയുള്ള ഡ്രസ്സ് വാങ്ങിയിരുന്നു, അപ്പം അതാണ് ഇടിച്ചത്. അപ്പം കൊള്ളുന്ന 1-2 ഉടുപ്പുകളിൽ ഒന്നിതായിരുന്നു. അപ്പം ഏട്ടൻ പറഞ്ഞ് ഇതിടാൻ. അപ്പം ഇട്ട് വന്നപ്പം ഞാനും കുട്ടികളും ഒരേപോലെയായിരുന്നു. ഏട്ടൻ അതനുസരിച്ച് മാച്ച് ചെയ്തിട്ടു, സാധാരണ പോലെ തന്നെ അല്ലേ മിസ്റ്റർ ചങ്ങുണ്ണി? അപ്പം നമ്മൾ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോവാണ്. എന്ത് പെട്ടെന്ന് സമയമൊക്കെ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ അവൾ ജനിച്ചത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ അതാ 1 വയസ്സായി. ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ സാക്ഷിക്കും 1 വയസ്സാവും. ഐസ് വാങ്ങിയിട്ട് വരുന്നു. ഞങ്ങളെ വെന്യൂലെത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് പരിപാടി നടക്കുന്ന ഹോള്. ഹലോ സാക്ഷി. ദാ തുടക്കം തന്നെ എൻ്റെ വ്ലോഗിലേക്ക് വന്ന് തലയിട്ടു എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു നീതു. ബർത്ത്ഡേയുടെ തീം ബട്ടർഫ്ലൈ ആയിരുന്നു കേട്ടോ. അവർ മൊത്തത്തിലൊരു ഗ്രീൻ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അവരുടെ കോസ്റ്റ്യൂമൊക്കെ കളർ കുറച്ച് മാറ്റേണ്ടി വന്നു. പക്ഷേ എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനും പരിപാടിയൊക്കെ. മിസ് റേച്ചൽ എന്നും പറഞ്ഞ ഒരു കാർട്ടൂൺ പ്രോഗ്രാമിലെ ഒരു ക്യാരക്ടറിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പുള്ളിക്കാരി നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. അവിടെയുള്ള കുട്ടികളെ എല്ലാവരെയും പാർട്ടി തുടക്കം മുതൽ ഒടുക്കം വരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നന്ദി. ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ യൂട്യൂബ് ചാനലിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാക്കി ഇത് പറയുന്നില്ല. അതാണ് അടുത്ത പ്രാവശ്യം. This is our younger one's first birthday. ഈ ഒരു വർഷം പോയത് അറിഞ്ഞേയില്ല. എനിവേസ് എന്നെ കൊണ്ട് ആ കൂടി ആൻജി ഒരേ ഒരു കാര്യം അവള് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കേക്ക് മാത്രം. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്
കേക്ക് മാത്രം. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റു, ഐ ഹാവ് ബീൻ വെരി സൂപ്പർ ബിസി. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു, നീ നോക്കേണ്ട ആവശ്യമില്ല, നിനക്ക് അറിയാം എന്റെ ക്രിയേറ്റിവിറ്റിയുടെ ലെവൽ എനിക്ക് നിനക്ക് അറിയാമല്ലോ. അതേപോലെ എത്രയും ഭംഗിയായ ഒരു കേക്ക്, അവിടെ പൂവും പിന്നെ കായും ഒക്കെ ഉള്ള ഒരു കേക്ക് നമ്മള് കഴിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിത്രശലഭം. Let me tell you this, ഈ ഒരു സ്മാഷ് കേക്ക് യു നോ വാട്ട്, ഇത് ചെയ്തത് ആരും വിശ്വസിക്കുന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്റെ ചേച്ചി ചേച്ചി ക്യാമറ നമുക്ക് പാൻ എന്റെ ചേച്ചിക്ക് ആകെ കൂടി ഒരേ ഒരു കുറവേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം. ലെയർ ചെയ്തിട്ട് ഈ റോസറ്റ്സ് ഒക്കെ ഞാൻ ഫ്രോസ്റ്റ് ചെയ്തപ്പോ ഒരു സൈഡില് കുറച്ച് കൂടുതലാണ് ചേരുവുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ അതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ചേച്ചി എന്നോട് ചോദിച്ചു നിനക്ക് എന്ത് തീമാ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണ്. അത് മാത്രമല്ല ചേച്ചി ഈസ് റിലേറ്റഡ് ടു മോഹൻലാൽ. ഇതൊരു ചെറുവ്. ദാ ആമിക്കുട്ടിക്ക് അങ്ങനെ 1 വയസ്സായി. ഒരു വർഷം കടന്നു പോയത് സത്യം പറഞ്ഞ മിഥുൻ മാത്രമല്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. അത്ര തിരക്കുള്ള 1 വർഷം. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ കുറേ ആൾക്കാർക്ക് ഒരേ സമയത്ത് കുട്ടികളുണ്ടായിട്ടോ. ഒരു കുറച്ച് വീക്സ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളുടെ വ്യത്യാസത്തിൽ നമ്മളൊരു 3-4 കുഞ്ഞു കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ബർത്ത്ഡേ പാർട്ടീസ് ഇതാ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇൻക്ലൂഡിങ് സാക്ഷീസ്. അനുചേച്ചിയുടെ മുറ്റത്ത് ഒരു സുന്ദരനായ പാമ്പ്. നല്ല രസമുണ്ട്. അതിന്റെ തല കണ്ടോട്ടെ, ഡയമണ്ട് ഷേപ്പില്. ചേച്ചി പാമ്പ് ഓരോ വ്യൂവറിന് എനിക്ക് $15 വെച്ച് തരണം. വ്യൂവർ വരുമ്പോഴല്ലേ ഞാൻ ഫേമസ് ആണ്. ഞാൻ ഇവളുടെ വീഡിയോയില് ഇടയ്ക്കിടയ്ക്ക് ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് അനുചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും കയറി ചെല്ലാൻ പറ്റുന്ന വീട് അതാണല്ലോ. എല്ലാവരും കൂടി കുറേ നേരം കത്തിയൊക്കെ വെച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ ബ്രെഡും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. രാത്രി ഒരുപാട് വൈകിയാണ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞത്. ഇന്നിവിടെ സൺഡേ രാവിലെ ആട്ടോ. അപ്പം ഇന്നലെ വന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ വെളുപ്പിനെ 1:45 കണ്ടായി. രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റു. സ്ലോലി ഡേ സ്റ്റാർട്ടഡ്. അപ്പം ഇന്നിപ്പം രാവിലെ പരിപാടിയുണ്ട്. ഇന്ന് നമുക്ക് ചെറിയൊരു ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസ് പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് പോകണം. ഇവിടെ ഒരാളെ കാണിച്ചു തരാം. സാക്ഷി രാവിലെ തന്നെ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ചിക്കു രാവിലെ ട്രീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്താ വേണ്ടേ? ശരി എടുത്തരാം. ഡാൻസിൻ്റെ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് അനുചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം തലേ ദിവസത്തെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴിയിൽ വെച്ച് കിട്ടിയതാണ് ഈ പ്രാവിൻ്റെ കുഞ്ഞിനെ. അതിനെ ജീക്കുട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞു. ഇന്ന് സൺഡേ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സൺഡേ ആയിരുന്നു. നമ്മൾ ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി എത്തിയപ്പോൾ തന്നെ വെളുപ്പാങ്കാലമായി എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഡാൻസിൻ്റെ പ്രാക്ടീസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഡാൻസിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം അത് വരാനിരിക്കുന്ന വ്ളോഗിലേക്കുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ ആ ഡാൻസിൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ല. പക്ഷേ ഡാൻസിൻ്റെ പ്രാക്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചൊരു ഒഫീഷ്യൽ ഒരു പരിപാടിയായിരുന്നു. അതും എന്താണെന്ന് ഫ്യൂച്ചർ വ്ളോഗ്സിലൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കാണാം എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ ഇന്ന് സൺഡേ ഈവനിങ് ആയിട്ടോ. നമ്മൾ പരിപാടികളൊക്കെ എല്ലാം സ്ലോ ഡൗൺ ആയി. നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നൊരു ചായയൊക്കെ കുടിച്ചു. രാത്രിയിലത്തെ ഡിന്നറൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ നാളെ തൊട്ട് ഞാൻ 1 മാസത്തിന് ശേഷം തിരിച്ച് ജോലിക്ക് കയറുകയാണേ. എന്താണെന്ന് വെച്ചാൽ
അമ്മ പോയതിന് ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം സാക്ഷിനെ ഡേ കെയർ വിടാൻ നമുക്ക് കുറച്ച് വിഷമം, അവൾ തീരെ കുഞ്ഞായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു നാനിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു നാനിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വീക്കിലി 3 ദിവസം വരും. എനിക്ക് ഫുൾ വീക്ക് ആവശ്യമില്ല, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ആഴ്ചയിൽ 3 ദിവസം മാത്രം. അപ്പോൾ ആ 3 ദിവസത്തേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് പുതിയ കാര്യം എന്ന് പറയാനുള്ളത്. അപ്പോൾ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങുകയാണ്. സാക്ഷി നാനിയുടെ ഒപ്പം ആയിരിക്കും ഇരിക്കുക. പക്ഷേ ഏട്ടൻ ഇവിടെ ഉണ്ടാവും. ഏട്ടൻ വർക്ക് ഫ്രം ഹോമാണ്. ഏട്ടൻ ഇവിടെ ഉണ്ടാവും. പുള്ളിക്കാരി സാക്ഷിയെ നോക്കി ഇവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതാണ് പുതിയൊരു അപ്ഡേറ്റ് പറയാനുള്ളത്. പിന്നെ എന്താ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അനദർ ഒരു വീക്കെൻഡ് വ്ലോഗ് അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. വീണ്ടും ഒരു വീക്കെൻഡ് വ്ലോഗുമായിട്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.